إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിൻ്റെ പുണ്യദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റമദാൻ നാം മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ മാസത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 9 ദിനങ്ങൾ പിന്നിടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ എത്ര ജുസ് ആണ് ഞാൻ ഓതി തീർത്തത്, എത്ര പേജാണ് ഞാൻ ഓതിയത്, ഈ രൂപത്തിൽ ഓതിയാൽ റമദാനിൽ നമുക്ക് എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കാനാകും, എത്ര സൂറത്തുകൾ നാം പുതിയതായി അർത്ഥം പഠിച്ചിട്ടുണ്ട്, എത്ര സൂറത്തുകളുടെ അല്ലെങ്കിൽ എത്ര ആയത്തുകളുടെ വിശദീകരണം നാം വായിച്ചിട്ടുണ്ട്, എത്ര സൂറത്തുകൾ അല്ലെങ്കിൽ എത്ര ആയത്തുകൾ നാം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഈ ചിന്തകൾ നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
മെസ്സേജ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശം, ആ ഉപദേശം അത് എത്ര കണ്ട് അതിനെ നാം പരിഗണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ ഉപദേശമാണ് അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഓതി വെച്ച ആയത്തിൽ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ലാഹുവിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന്, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള, സംവിധാനിച്ച, നിയന്ത്രിച്ച, വളർത്തുന്ന നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സുകളിൽ, നെഞ്ചുകളിലുള്ള, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന രോഗങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ. പകയാകട്ടെ, വിദ്വേഷമാകട്ടെ, അസൂയാകട്ടെ, കളവാകട്ടെ, എല്ലാ അസുഖങ്ങൾക്കുമുള്ള ശമനമാണ് ഖുർആൻ, ശിഫയാണ്. അപ്പോൾ ആ വിശുദ്ധ ഖുർആനുമായി ബന്ധം എത്രത്തോളം പുലർത്തുന്നോ അത്രത്തോളം നമ്മൾ സംശുദ്ധരായിരിക്കും. വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ, വിശ്വാസികളാണ് നമ്മൾ. അല്ലാഹു തആല പറയാൻ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്മാർഗമാണ് ഖുർആൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ് ഖുർആൻ. എങ്ങനെയാണ് കാരുണ്യാകുക? വിശുദ്ധ ഖുർആനോട് കാണിക്കേണ്ട ബാധ്യതകളുണ്ട്, വിശുദ്ധ ഖുർആനോട് ബാധ്യതകളുണ്ട്, കടമകളുണ്ട് നിറവേറ്റാൻ. ആ ബാധ്യതകൾ, കടമകൾ നിറവേറ്റുന്നതിലൂടെ ആ റഹ്മത്ത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ ബാധ്യത, ഒന്നാമത്തെ കടമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ബാധ്യത അത് ധാരാളമായി പാരായണം ചെയ്യുക. കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ ക്ലിപ്പ് വൈറലായി. പുതിയ കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ ട്രെൻഡാവുക അല്ലേ? വിശുദ്ധ ഖുർആൻ പാരായണത്തിന് എന്തില്ല? പ്രതിഫലമല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പ്രതിഫലം നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യം ഇസ്ലാമിലില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് പ്രതിഫലം. രണ്ടാമത്തെ കാര്യം ശരിയാണ്, വിശുദ്ധ ഖുർആൻ അതിൽ കുറച്ചു ഭാഗം ശരിയാണ്. എന്ത്? വിശുദ്ധ ഖുർആൻ അതിലെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ പ്രതിഫലം കിട്ടും, ശരിയാണ്. ഒന്നാമത്തെ കാര്യം തെറ്റാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പ്രതിഫലം നേടുക എന്നുള്ള ഒരു സംഗതിയില്ല. ഇഖ്റ എന്നാണ് പറഞ്ഞത്. ഇഖ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കുക എന്നാണ്. വെറുതെ വായിക്കുന്നതിന് പറയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ രണ്ട് രൂപത്തിലും വിശുദ്ധ ഖുർആനിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അവിടെ ഇഖ്റ എന്ന് പറഞ്ഞു. അത് പൊതുവായി എന്തു വായിക്കുന്നതിനെയും ഇഖ്റ എന്ന പദം ഉപയോഗിക്കും. പിന്നെയോ ആലോചിച്ചുകൊണ്ട് വായിക്കുക, തല എന്ന പദമാണ്. ആ പദവും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫാത്തിറിൽ 29-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖനാഹും ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ വായിച്ചവർ, പാരായണം ചെയ്തവർ,
വഅഖാമു സ്വലാത്ത് നമസ്കാരം നിലനിർത്തുകയും ചെയ്തവർ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവർ, സിർറൻ വഅലാനിയ രഹസ്യമായിട്ടും പരസ്യമായിട്ടും. എങ്ങനെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും? പൊതുവായ ഒരു പിരിവുണ്ടാവുന്ന സമയത്ത് പരസ്യമായി കൊടുക്കുക. രഹസ്യമായിട്ടോ നമ്മുടെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യാം? സ്വതക്ക ചെയ്യാം. അങ്ങനെ സിർറൻ വഅലാനിയ രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ അവർ നഷ്ടം പറ്റാത്ത കച്ചവടത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ യത്ലൂന എന്നും പറഞ്ഞിട്ടുണ്ട്. അർത്ഥമറിഞ്ഞ് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. എന്നാൽ ഖറഅ എന്ന പദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന ആ ഒരു ഹർഫ് കൊണ്ട് അവന് ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ ആ ഒരു നന്മ 10 ഇരട്ടിയായിട്ടാണ് അവന് നൽകപ്പെടുക. എങ്ങനെ? ഹർഫ് കൊണ്ട് നമ്മൾ അമല് ചെയ്യുക, ഹർഫ് കൊണ്ട് എങ്ങനെ ചിന്തിക്കുക? വെറും പാരായണം കൊണ്ട് പ്രതിഫലം കിട്ടൂല എന്നാണല്ലോ ഈ പറയുന്നത്. അതിന് ഈ ഹദീസ് എതിരാണ്. ഇത്തരം ആളുകൾ പിൽക്കാലത്തുണ്ടാകാൻ സാധ്യതയുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കും ഈ രൂപത്തിൽ നാം പഠിപ്പിക്കപ്പെടുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതിന്റെ സംശയം തന്നെ തീർക്കാൻ. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അലിഫും ലാമും മീമും ഓരോ ഹർഫാണ്. ആ ഹർഫിനനുസരിച്ചാണ് പ്രതിഫലം നൽകുക. ഈ ഹദീസ് ദഈഫാണോ സ്വഹീഹാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം തന്നെയല്ല. വിശുദ്ധ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ പറയുകയും ചെയ്യാൻ വേണ്ടി മറ്റേതിനെന്ത് ചെയ്യണ്ട? നിഷേധിക്കേണ്ട ആവശ്യമല്ല. പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഇല്ല എന്ന് പറയേണ്ട ആവശ്യമല്ല എന്നായി പറയുന്നത്. അപ്പൊ പാരായണം ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയം, അതിനെപ്പറ്റി ചിന്തിക്കുക. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാരായണത്തിൽ വളരെ ശ്രദ്ധ നമുക്കുണ്ടാകണം. വളരെ പ്രാധാന്യത്തോടെ ആ കാര്യം ചെയ്യണം. പുതിയ പുതിയ വിഷയങ്ങൾ ആളുകൾ എടുത്തിടുമ്പോൾ അത് ഒരു മാർഗമാക്കാൻ പുതിയ ആളുകൾ ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് ഭയങ്കര അതിൻ്റെ ആവശ്യമല്ല. അപ്പൊ പാരായണം എന്ത് ചെയ്യാം? നമ്മൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ആ വിഷയത്തിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിലപാട് ഉണ്ടാവുക. പാരായണം ധാരാളമായി ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക. മനഃപ്പാഠമാക്കിയാൽ എന്താണ് പ്രതിഫലം? എന്താണ് അതിൻ്റെ മെച്ചം? യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് പറയും, മനഃപ്പാഠമാക്കിയവരോട് പറയും, ഇഖ്റഅ വർതഖി, ഇഖ്റഅ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. ദുനിയാവിൽ നീ പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്യുകയും നീ ഉയർന്നു പോവുകയും ചെയ്യുക. فإن منزلك عند آخر آية تقرأها. നീ ഓതുന്ന, നീ പാരായണം ചെയ്യുന്ന അവസാന ആയത്ത് വരെയും നിന്റെ പദവികൾ ഉയർന്നുകൊണ്ടേയിരിക്കും. എവിടെ? സ്വർഗത്തിൽ. സ്വർഗത്തിൽ അവന് പദവി ഉയർത്താനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക?
മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ആലോചിക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിക്കുക. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹു തആല ചോദിക്കാൻ, അവർ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുന്നില്ലയോ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് മനസ്സുകൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് ആലോചിക്കുക, ആഴത്തിൽ ആലോചിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ നാലാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ പാരായണം ചെയ്യൽ, ഹിഫ്ളാക്കൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ, ഇതൊക്കെ പഠനത്തിൽ ഉൾപ്പെടും. പഠിപ്പിക്കലോ, നമ്മൾ അറിഞ്ഞ കാര്യം മറ്റുള്ളവരോട് പറയൽ, നമ്മൾ പഠിപ്പിക്കാൻ കാരണമാകൽ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പഠിപ്പിക്കാൻ പല ആളുകൾക്കും സാധിക്കുകയില്ല, പക്ഷേ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ വലാ തകുനി സാലിസ്. ഒന്നുകിൽ നീ പണ്ഡിതനാവുക, അല്ലെങ്കിൽ നീ പഠിതാവാവുക. വലാ തകുനി സാലിസ്, മൂന്നാമത്തൊരു വിഭാഗത്തിൽ നീ ഉൾപ്പെടരുത്, നീ നശിച്ചു പോകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ ആളുകളാണ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ കാറ്റഗറിയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ, ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ, ഉത്തമരായിട്ടുള്ള ആളുകൾ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. ധാരാളം അവസരങ്ങൾ, ധാരാളം അവസരങ്ങൾ, മനോഹരമായിട്ടുള്ള പാരായണങ്ങൾ, ധാരാളം കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. വഇദാ ഖുരിഅൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദരാവുകയും ചെയ്യണം. ഒരു ഭാഗത്ത് ഖുർആൻ എടുത്ത് നിങ്ങളെ വർത്താനം കൊണ്ട് പോകുക എന്നുള്ളതല്ല, നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതല്ല. വഅൻസിതു, നിങ്ങൾ നിശബ്ദരാവുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നതാണ്, കാരുണ്യം ചെയ്യപ്പെടുന്നതാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ അല്ലാഹു നിങ്ങളെ കരുണ കൊണ്ട് മൂടുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആറാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാൾ, വിശുദ്ധ ഖുർആനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ഒരാൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എല്ലാ ആളുകളും ഉൾപ്പെടേണ്ട, എല്ലാ ആളുകളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുസ്ലിം ചെയ്യേണ്ട, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യം. അല്ലാഹു തആല പറയാൻ, ഫലാ തുതിഉൽ കാഫിരീൻ, നിഷേധിച്ചവരെ നീ അനുസരിക്കേണ്ടതില്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ വിശുദ്ധ ഖുർആനെ കൊണ്ട് വലിയ ജിഹാദ് നീ ചെയ്യണം, വലിയ പരിശ്രമം നീ ചെയ്യണം. വിശുദ്ധ ഖുർആനെ കൊണ്ട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ ഖുർആൻ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. എത്ര കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതും.
വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സന്ദേശമുള്ള കാര്യം നമ്മൾ എത്രത്തോളം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇല്ല എങ്കിൽ നിങ്ങൾ ദഅവത്ത് എന്നുള്ള ബാധ്യത നിറവേറ്റുന്നില്ല എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആൻ ക്ലാസുകൾ അത് സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും അതിലെ പങ്കാളിത്തം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇല്ല എങ്കിൽ ആ ദഅവത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്നില്ല എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വേണ്ടി നമ്മെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ. വിശുദ്ധ ഖുർആൻ എന്തിനാണ്? വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ടവർ നമ്മളാണ്, മുസ്ലിങ്ങളായ നമ്മൾ. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് മാതൃക ആകുകയും വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആനോട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്നുള്ളത് മനസ്സിലാക്കി ഈ ബാധ്യതകളെല്ലാം ഈ റമളാനിൽ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നാം ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നമ്മെ ഏവരെയും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനോട് ഈ റമളാനിൽ നാം ചെയ്യേണ്ട ബാധ്യത പൂർത്തീകരിക്കണമെന്നും ആ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ്. ആ വിഷയത്തിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി മാക്സിമം, കുറച്ച് ചെയ്തിട്ട് എന്നെക്കൊണ്ട് ഇതാണ് കഴിയുക എന്നുള്ളതല്ല, മാക്സിമം ചെയ്യുക, പരമാവധി ചെയ്യുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ നോമ്പും നമ്മൾ കണക്ക് കൂട്ടിയതിലും വേഗത്തിൽ നമ്മെ വിട്ട് യാത്ര പോവുകയാണ്. ഈ റമദാനിൽ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നാം എത്രമാത്രം നന്മകൾ എടുത്തു, എത്രമാത്രം നന്മകൾ നേടിയെടുത്തു എന്ന ചിന്ത നമുക്കുണ്ടാകണം. വരും ദിവസങ്ങളിൽ റമദാനിൻ്റെ ചൈതന്യം കൂടുതൽ സജീവമാക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യമാണ്. റമദാൻ ഒരാഴ്ച പിന്നിടുകയാണ്, 9ാമത്തെ ദിവസമാണ്. ഒരു ആത്മവിചിന്തനം നടത്തി എന്തൊക്കെയാണ് പോരായ്മകൾ, ദിക്ർ ദുആകൾ നടത്തുന്ന വിഷയത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ഫർദ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ, ഹിഫ്ളിൻ്റെ കാര്യത്തിൽ എല്ലാം ഒരു പുനർവിചാരണ നടത്തി, വിചിന്തനം നടത്തി ഇനിയുള്ള ദിവസങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടരുത്. കാരണം മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്, സമയം നശിപ്പിക്കുക എന്നുള്ളത്, പാഴാക്കുക എന്നുള്ളത് മരണത്തേക്കാൾ കഠിനമാണ്. കാരണം എന്താണ്? ലിഅന്ന ഇദാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ, സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നും നിന്നെ മുറിച്ചു കളയുന്നതാണ്. എന്നാൽ വൽ മൗതു യഖ്തഉക അനിദ്ദുനിയ വ അഹ്ലിഹ, മരണം എന്നുള്ളത് ഈ ദുനിയാവിനെയും ദുനിയാവിൻ്റെ ആളുകളിൽ നിന്നുമാണ് നിന്നെ മുറിച്ചു കളയുന്നത്.
സമയം വെറുതെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നുമാണ് നിന്നെ മുറിച്ചു കളയുന്നത്. അതുകൊണ്ട് ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്, മരണത്തേക്കാൾ കഠിനമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പറയാനുള്ളത് അത് വളരെ നിയന്ത്രണ വിധേയമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി പ്രതിജ്ഞ എടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി നോക്കാൻ വേണ്ടി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോർട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ അങ്ങനെ നോക്കി എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് നമ്മൾ മറന്നു പോകുകയാണ്. എന്തോ ഒരു കാര്യം നോക്കാനോ നല്ലൊരു കാര്യം സെർച്ച് ചെയ്യാനോ വന്നതായിരിക്കും. പക്ഷേ നമ്മൾ കണ്ണിലുടക്കിയൊരു സംഗതി അതിൻ്റെ പിന്നാലെ പോയി അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ കൈകാര്യം ചെയ്യുക. നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും നോമ്പ് നോൽക്കണം. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇദാ സുംത ഫലിയസും സംഉക വബസറുക വലിസാനുക, നീ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഫലിയസും സംഉക, നിന്റെ കാത് നോമ്പ് അനുഷ്ഠിക്കട്ടെ, വബസറുക, നിന്റെ കാഴ്ച നിന്റെ കണ്ണ് നോമ്പ് അനുഷ്ഠിക്കട്ടെ, വലിസാനുക, നിന്റെ നാവ് നോമ്പ് അനുഷ്ഠിക്കട്ടെ, അനിൽ കദിബി വൽ മഹാരിം, കളവിൽ നിന്നും ഹറാമായ കാര്യങ്ങളിൽ നിന്നും നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിന്റെ അവയവങ്ങളെല്ലാം നീ ഒഴിവാക്കുക. അതേപോലെ അതൽ ജാർ, അയൽവാസിയെ നീ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉപദ്രവിച്ചാൽ ആ നോമ്പ് മറ്റാൾക്കുള്ളതാണ്. നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് ആ ഉപദ്രവിക്കപ്പെട്ട ആളുകൾക്കാണ് നമ്മുടെ നോമ്പ് പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് നീ നഷ്ടപ്പെടുത്തരുത് നിന്റെ കർമ്മങ്ങൾ എന്നാണ് ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാ. വൽയകുൻ അലൈക വഖാറുൻ വസകീന യൗമ സൗമിക, നിന്റെ നോമ്പിന്റെ ദിവസം നിനക്ക് ഒരു ഗാംഭീര്യവും ഒരു അച്ചടക്കവും ഉണ്ടാകണം. നോമ്പാണ് എന്നുള്ള ഒരു വഖാറത്ത്, ഒരു ഗാംഭീര്യം, ഒരു അച്ചടക്കം ഉണ്ടാകണം. വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഅൻ, നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും